നമുക്കിന്നൊരു രസമുണ്ടാക്കിയാലോ? മത്തൻ തക്കാളി രസം. നമുക്ക് ആദ്യം തന്നെ മത്തനൊന്ന് വേവിച്ചെടുക്കാം. ചട്ടിയിൽ 1 കപ്പ് മത്തൻ ഇട്ടതിന് ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് മത്തനൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു രസക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് കുരുമുളക് 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, 4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും 4-5 കഷ്ണം, 5 ഉണങ്ങിയ മുളക് ഇത് ചേർത്ത് നമുക്കിതൊരു ചതച്ചെടുക്കാം. ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച ഈ രസക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റായി ഇതിൻ്റെ ആ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് തക്കാളിയും അതുപോലെ മത്തനും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3-4 ഉണങ്ങിയ മുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറുതായി അരിഞ്ഞ 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് പുളിവെള്ളവും നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ബോയിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഉടച്ചിട്ടില്ല. മത്തനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി രസത്തിന് നല്ലൊരു മണവും രുചിയും നൽകും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജാഗരി പൗഡർ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി. ആ പുളി ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ശർക്കര തന്നെ മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കരുത്. അത് രസത്തിന് രുചി മാറ്റിക്കളയും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2-3 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.